നമസ്തേ. UGC നെറ്റ് സാൻസ്ക്രിറ്റ് ട്രഡീഷണൽ സബ്ജക്ട്സ് കോഡ് 73 ധർമ്മശാസ്ത്രത്തിൽ നിന്ന് കുറച്ച് ഭാഗം കൂടി നോക്കാം. നമ്മൾ പറഞ്ഞു ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ 4 ധർമ്മങ്ങളുണ്ട്. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം, അങ്ങനെ 4 ആശ്രമങ്ങളുണ്ട്. അതിൽ ബ്രഹ്മചര്യ ആശ്രമത്തിൽ എങ്ങനെയാണ് ഓരോ വർണ്ണങ്ങളും, എന്താണ് അവരുടെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു. ഇനി ഗൃഹസ്ഥാശ്രമത്തിൽ ഓരോ വർണ്ണങ്ങളിലുള്ളവർ എന്തു ചെയ്യണം, എങ്ങനെയായിരിക്കണം എന്ന് പറയാൻ പോകുന്നു. ഗൃഹസ്ഥാശ്രമേ വർണ്ണാനാം ധർമ്മഃ സമാവർത്തന സംസ്കാരാദനന്തരം ബ്രാഹ്മണാദിവർണ്ണാഃ ഗുരുകുലാത് പ്രത്യാവർത്തനം കുർവന്തി. സമാവർത്തനത്തിന് ശേഷം എല്ലാവരും സ്വഗൃഹങ്ങളിലേക്ക് പോകുന്നു. തഥാ തേ വിവാഹസംസ്കാരേണ സംസ്കാരിതാഃ സന്തഃ ഗൃഹസ്ഥാശ്രമേ പ്രവിശന്തി. ശേഷം വിവാഹം ചെയ്ത് ഗൃഹസ്ഥാശ്രമിയായിട്ട് തീരുന്നു. തദർത്ഥ നിയമഃ മനുസ്മൃതൗ നിർദ്ധാരിതഃ യഥ. ഇതിനുള്ള നിയമം മനുസ്മൃതിയിൽ പറയുന്നു. ഗുരുണാനുമതഃ സ്നാത്വാ സമാവൃത്തോ യഥാവിധി ഉദ്വഹേത ദ്വിജോ ഭാര്യാം സവർണാം ലക്ഷണാന്വിതാം. വിവാഹാർത്ഥ നിയമാഃ. ശൂദ്രൈവ ഭാര്യ ശൂദ്രസ്യ സാ ച സ്വാ ച വിശഃ സ്മൃതേ തേ ച സ്വാ ചൈവ രാജ്ഞശ്ച സ്വാ ചാഗ്രജന്മനഃ ന ബ്രാഹ്മണക്ഷത്രിയയോരാപദ്യപി ഹി തിഷ്ഠതോഃ കസ്മിംശ്ചിദപി വൃത്താന്തേ ശൂദ്രാ ഭാര്യോപദിശ്യത്തെ. അർത്ഥാത് ബ്രാഹ്മണക്ഷത്രിയവൈശ്യശൂദ്രാः സ്വജാതീയകന്യയാ സഹ വിവാഹം കുര്യുः. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും തൻ്റെ ജാതിയിൽപ്പെട്ട കന്യകയെ വിവാഹം ചെയ്യണം. ഏതദതിരിക്തം ബ്രാഹ്മണഃ ക്ഷത്രിയവൈശ്യശൂദ്രാണാം കന്യയാ സഹ ക്ഷത്രിയഃ വൈശ്യശൂദ്രാണാം കന്യയാ സഹ വൈശ്യഃ ശൂദ്രാണാം കന്യയാ സഹ വിവാഹം കർത്തും ശക്യത്തെ. ഇതുകൂടാതെ ബ്രാഹ്മണന് ക്ഷത്രിയ വൈശ്യശൂദ്രന്മാരുടെ ഇടയിൽ നിന്നും വിവാഹം ചെയ്യാം. ക്ഷത്രിയന് വൈശ്യശൂദ്രന്മാരുടെ ഇടയിൽ നിന്നും വിവാഹം ചെയ്യാം. വൈശ്യന് ശൂദ്രന്മാരുടെ ഇടയിൽ നിന്നും വിവാഹം ചെയ്യാം. പരന്തു ശൂദ്രഃ സ്വജാതീയ കന്യയാ സഹ ഏവ വിവാഹം കുര്യാത്. ശൂദ്രൻ സ്വജാതിയിൽപ്പെട്ട കന്യകയെ മാത്രമേ വിവാഹം ചെയ്യാൻ പാടുള്ളൂ. യദ്യപി ബ്രാഹ്മണാദിവർണ്ണാനാം കൃതേ സ്വവർണഭിന്നകന്യയാ സഹ വിവാഹാർത്ഥാനുമതിഃ ദത്താസ്തി തഥാപി ശൂദ്രകന്യ സങ്കടകാലേപി ന ഗ്രഹണീയ ഇതി നിയമോ വിഹിതഃ. വിവാഹപ്രകാരാः. ഇനി ചോദ്യം വരുന്നൊരു ഭാഗമാണ് വിവാഹപ്രകാരങ്ങൾ. ചതുർണാമപി വർണ്ണാനാം പ്രേത്യചേഹ ഹിതാഹിതം അഷ്ടാവിമാൻ സമാസേന സ്ത്രീവിവാഹാൻ നിബൂധത. ബ്രാഹ്മോ ദൈവസ്തഥൈവാർഷഃ പ്രാജാപത്യസ്തഥാസുരഃ ഗാന്ധർവോ രാക്ഷസശ്ചൈവ പൈശാചശ്ചാഷ്ടമോധമഃ. ഷഡാനുപൂർവ്യാ വിപ്രസ്യ ക്ഷത്രസ്യ ചതുരോ വരാൻ വിക്ഷൂദ്രയോസ്തു താനേവ വിദ്യാദ്ധർമ്മ്യാന്ന രാക്ഷസാൻ. ചതുരോ ബ്രാഹ്മണസ്യാദ്യാൻ പ്രശസ്താൻ കവയോ വിദുഃ. രാക്ഷസം ക്ഷത്രിയസ്യൈകമാസുരം വൈശ്യശൂദ്രയോഃ. അർത്ഥാത് ബ്രാഹ്മണാദിവർണ്ണാനാം കൃതേ വിവാഹാः പരികൽപ്പിതാः. 8 തരത്തിലുള്ള വിവാഹങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ബ്രാഹ്മം, ദൈവം, ആർഷം, പ്രാജാപത്യം, ആസുരം, ഗാന്ധർവം, രാക്ഷസം, പൈശാചം എന്നിങ്ങനെ. എന്താണ് അതിൻ്റെ ഓർഡർ? ബ്രാഹ്മം, ദൈവം, ആർഷം, പ്രാജാപത്യം, ആസുരം, ഗാന്ധർവം, രാക്ഷസം, പൈശാചം. ബ്രാഹ്മം, ദൈവം, ആർഷം, പ്രാജാപത്യം, ആസുരം, ഗാന്ധർവം, രാക്ഷസം, പൈശാചം. ഏതേഷു വിവാഹേഷു ബ്രാഹ്മണസ്യ കൃതേ ബ്രാഹ്മദേവ ആർഷ പ്രാജാപത്യ ആസുര ഗന്ധർവ വിവാഹാः ഉദ്ദിഷ്ടാः. ബ്രാഹ്മണന് ഇതിൽ ബ്രാഹ്മ, ദൈവ, ആർഷ, പ്രാജാപത്യ, ആസുര, ഗാന്ധർവം വരെയുള്ള വിവാഹങ്ങൾ ചെയ്യാം. രാക്ഷസവും പൈശാചവും പാടില്ല. ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ആർഷ, പ്രാജാപത്യ, ആസുര, ഗാന്ധർവ വിവാഹങ്ങൾ ചെയ്യാം. രാക്ഷസസ്തഥാ പൈശാച വിവാഹസ്തു
സർവേഷാം വർണ്ണനാനാം കൃതേ നിന്ദനീയോ. ഒരു വർണ്ണത്തിലുള്ളവരും ചെയ്യാൻ പാടാത്ത വിവാഹമാണ് രാക്ഷസ വിവാഹവും പൈശാച വിവാഹവും. പ്രാചീനർഷീണാം മതാനുസാരം ബ്രാഹ്മണസ്യ കൃതേ പ്രഥമചത്വാരഃ വിവാഹാഃ ഉത്തമാഃ. പ്രാചീന ഋഷിമാരുടെ അഭിപ്രായത്തിൽ ബ്രാഹ്മണന് ആദ്യം പറഞ്ഞ 4 വിവാഹങ്ങളാണ് ഉത്തമങ്ങളായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ബ്രാഹ്മം, ദൈവം, ആർഷം, പ്രാജാപത്യം. ക്ഷത്രിയസ്യ കൃതേ ക്ഷത്രിയനോ രാക്ഷസവിവാഹവും വൈശ്യനും ശൂദ്രനും ആസുരവിവാഹവുമാണ് ഉത്തമമെന്ന് പ്രാചീന ഋഷിമാർ പറയുന്നത്. അസവർണ വിവാഹ അവസരേ നിയമഃ. ശരഃ ക്ഷത്രിയയാ ഗ്രാഹ്യഃ പ്രതോദോ വൈശ്യകന്യയാ വസനസ്യ ദശാ ഗ്രാഹ്യ ശൂദ്രയോത്കൃഷ്ടവേദനേ. അർത്ഥാത് യഥാ ബ്രാഹ്മണജാതേഃ പുരുഷഃ ക്ഷത്രിയജാതേഃ കന്യയാ സഹ വിവാഹം കരോതി തഥാ ക്ഷത്രിയകന്യാ ബ്രാഹ്മണപുരുഷസ്യ ഏകസ്മിൻ ഹസ്തേ സ്ഥിതം ബാണം ഗൃഹീയാത്. ഒരു ബ്രാഹ്മണൻ ക്ഷത്രിയ ജാതിയിൽപ്പെട്ട കന്യകയെ വിവാഹം ചെയ്യുമ്പോൾ ക്ഷത്രിയ കന്യ ബ്രാഹ്മണ പുരുഷൻ്റെ ഒരു കയ്യിലുള്ള ബാണത്തെ സ്വീകരിക്കണം. യഥാ ബ്രാഹ്മണഃ ക്ഷത്രിയോ വാ വൈശ്യകന്യയാ സഹ വിവാഹം കരോതി തഥാ വൈശ്യകന്യയാ ബ്രാഹ്മണസ്യ ക്ഷത്രിയസ്യ വാ ഹസ്തേ സ്ഥിതം പ്രതോദം ഗൃഹീയാത്. യഥാ ബ്രാഹ്മണഃ ക്ഷത്രിയഃ വൈശ്യോ വാ ശൂദ്രകന്യയാ സഹ വിവാഹം കരോതി തഥാ ശൂദ്രകന്യാ പുരുഷസ്യ ഹസ്തേ സ്ഥിതാം വസ്ത്രസ്യ ദശാം ഗൃഹീയാത്. ഗൃഹസ്ഥാശ്രമം. എല്ലാ വർണ്ണങ്ങൾക്കുമുള്ള ആശ്രമമാണ് ഗൃഹസ്ഥാശ്രമം. അസ്മിൻ ആശ്രമേ പ്രവിശ്യ മാനവഃ സ്വാധീതവിദ്യാം ജനമംഗളകാര്യേ നിയോജയതി സ്മ. ഈയൊരു ആശ്രമത്തിലിരിക്കുമ്പോഴാണ് ഓരോരുത്തർക്കും താൻ പഠിച്ച വിദ്യയെല്ലാം പ്രയോഗിക്കാനും മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് വരുത്താനും സാധിക്കുള്ളൂ. തദർത്ഥമേവ സമാവർത്തന സംസ്കാരാവസരേ ഗുരോः സമീപേ ബ്രഹ്മചാരിണഃ മന്ത്രമിദമുച്ചാരിതവന്തഃ യഥാ സത്യം വദ ധർമ്മം ചര സ്വാധ്യായാന്മാ പ്രമാദിതവ്യം. മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്നുള്ള മന്ത്രങ്ങളൊക്കെ സമാവർത്തനാവസരത്തിൽ പറയുന്നു. സർവേഷാം വർണ്ണാനാം കർമ്മനിർദ്ധാരണം. കർമ്മം എങ്ങനെയാണ് ഓരോ വർണ്ണങ്ങൾക്കും? അധ്യാപനം, അധ്യയനം, യജനം, യാചനം തഥാ ദാനം പ്രതിഗ്രഹശ്ചൈവ ഷഡ്കർമാണ്യഗ്രജന്മനഃ. ഷണ്ണാം തു കർമ്മണാമസ്യ ത്രീണി കർമാണി ജീവിക യാചനാധ്യാപനേ ചൈവ വിശുദ്ധാ ച പ്രതിഗ്രഹഃ. ത്രയോ ധർമാ നിവർത്തന്തെ ബ്രാഹ്മണാത് ക്ഷത്രിയം പ്രതി അധ്യാപനം യാചനം ച തൃതീയശ്ച പ്രതിഗ്രഹഃ. വൈശ്യം പ്രതി തഥൈവേതേ നിവർത്തേരന്യതി സ്ഥിതി. നതൗ പ്രതിഃ താൻ ധർമാൻ മനുരാഹ പ്രജാപതിഃ ശാസ്ത്രാസ്ത്രഭൃത്വം ക്ഷത്രസ്യ വണിക്പശുകൃഷിർവിശാ ആജീവനാർത്ഥം ധർമ്മസ്തു ദാനമധ്യയനം യജി. വേദാഭ്യാസോ ബ്രാഹ്മണസ്യ ക്ഷത്രിയസ്യ ച രക്ഷണം. വാർത്താ കർമ്മൈവ വൈശ്യസ്യ വിശിഷ്ടാനി സ്വകർമ്മസു. ആജീവംസ്തു യഥോക്തേന ബ്രാഹ്മണഃ സ്വേന കർമ്മണാ ജീവേത് ക്ഷത്രിയധർമ്മേണ സഹ്യസ്യ പ്രയത്നതഃ. ഉഭാഭ്യാമപ്യജീവംസ്തു കഥം സ്യാദിതി യദ്ഭവേത് കൃഷി ഗോരക്ഷമാസ്ഥായ ജീവേത് വൈശ്യസ്യ ജീവിക. അർത്ഥാത് ബ്രാഹ്മണസ്യ കൃതേ ഷഡ്കർമാണി നിർദ്ധാരിതാനി. മുൻപ് പറഞ്ഞു ബ്രാഹ്മണൻ്റെ കർമ്മങ്ങൾ 6 എണ്ണമാണ്. അധ്യാപനം, അധ്യയനം, യജനം, യാചനം, ദാനം, പ്രതിഗ്രഹം. ഇതിൽ 3 കർമ്മങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. യാചനവും അധ്യാപനവും പ്രതിഗ്രഹവും. ക്ഷത്രിയനും വൈശ്യനും അധ്യയനം, യജനം, ദാനം ഇവ 3 പറയുന്നു. ശാസ്ത്രാസ്ത്രധാരണം ക്ഷത്രിയസ്യ ജീവികാർത്ഥം. പശുപാലന കൃഷികർമാദി വൈശ്യസ്യ ജീവികാർത്ഥം നിർദ്ധാരിതം. एवं वेदाभ्यासः ब्राह्मणस्य रक्षणं क्षत्रियस्य वाणिज्यं वैश्यस्य च विशिष्टानि कर्माणि भवन्ति. ബ്രാഹ്മണൻ്റെ ധർമ്മം വേദാഭ്യാസവും ക്ഷത്രിയൻ്റെ ധർമ്മം രക്ഷണവും വൈശ്യൻ്റെ ധർമ്മം കച്ചവടവുമാണ്. പരന്തു ആപത്കാലേ പക്ഷേ ആപത്ത് വരുമ്പോൾ ബ്രാഹ്മണാദീനാം കൃതേ അന്യാന്യപി വികൽപ്പ. ബ്രാഹ്മണൻ തുടങ്ങിയവർക്കും മറ്റ് കർമ്മങ്ങൾ സ്വീകരിക്കാം. ഗ്രന്ഥവൃദ്ധിഭയാന്ന ദീയന്തെ. ഏതദ്ഭിന്നം ശുദ്ധീകരണവിഷയേപി ബ്രാഹ്മണാദിവർണ്ണാനാം കൃതേ വിശിഷ്ടനിയമോപി വിഹിതഃ. പഞ്ചമഹായജ്ഞാനാം പാലനാവസരേപി വിവിധവർണ്ണാനാം കൃതേ വിവിധനിയമഃ പ്രസ്തുതഃ. അടുത്തത് വാനപ്രസ്ഥാശ്രമത്തിൽ ഓരോ വർണ്ണങ്ങളുടെ ധർമ്മം എന്താണ്?
സാധാരണതഃ വാനപ്രസ്ഥാശ്രമസ്യ അധികാരിണഃ ബ്രാഹ്മണനും ക്ഷത്രിയനുമാണ് സാധാരണയായിട്ട് വാനപ്രസ്ഥാശ്രമത്തിന് അധികാരികൾ. ഗൃഹസ്ഥാശ്രമേ സ്ഥിത്വാ വിധിവത് വാനപ്രസ്ഥാശ്രമേ സ്നാതകഃ പ്രവിശതി. ഗൃഹസ്ഥാശ്രമത്തിന് ശേഷം വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. തഥാച സഹ വാനപ്രസ്ഥീ ഭവതി യഥാ തസ്യ കേശഫലിതം ഭവതി അപത്യസ്യ അപത്യം ഭവതി തദുക്തം. ഗൃഹസ്ഥസ്തു യഥാ പശ്യേദ്വാലീഫലിതമാത്മനഃ അപത്യസ്യൈവ ചാപത്യം തദാരണ്യം സമാശ്രയേത്. മകനുണ്ടായതിനു ശേഷം കാട്ടിലേക്ക് പോകാം എന്നാണെന്ന് തോന്നുന്നു. അസ്മിൻ ആശ്രമേ വർണ്ണവിശേഷാണാം കൃതേ കോപി വിശിഷ്ടഃ നിയമോ ന വിദ്യതേ. സർവേഷാം വാനപ്രസ്ഥയായിട്ടുള്ള എല്ലാവർക്കും ഏതാണ്ട് ഒരേപോലെയാണ് നിയമം. ഇനി സന്യാസാശ്രമത്തിൽ എന്താണ് നിയമം? ആയുഷഃ ചതുർത്ഥഃ ഭാഗഃ. ആയുസിൻ്റെ 4-ാമത്തെ ഭാഗം വനത്തിൽ ചിലവഴിക്കുക എന്നുള്ളത് തന്നെയാണ് സന്യാസാശ്രമം. ഈ ആശ്രമത്തിൽ ബ്രാഹ്മണർ മാത്രമേ പ്രവേശിക്കുള്ളൂ. ഇതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ആശ്രമത്തിൽ പ്രവേശിക്കാറുള്ളൂ. അതുകൊണ്ട് ഇതിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും ഒരേ നിയമമാണ്. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു: വനേഷു ച വിഹൃത്യൈവം തൃതീയം ഭാഗമായുഷഃ ചതുർത്ഥമായുഷോ ഭാഗം ത്യക്ത്വാ സംഘാൻ പരിവ്രജേത്. ആശ്രമാദാശ്രമം ഗത്വാ ഹുതഹോമോ ജിതേന്ദ്രിയഃ ഭിക്ഷാബലിപരിശ്രാന്തഃ പ്രവ്രജൻ പ്രത്യവർദ്ധതേ. ഋണാനി ത്രീണ്യപാകൃത്യ മനോ മോക്ഷേ നിവേശയേത്. അനപാകൃത്യ മോക്ഷം തു സേവമാനോ വ്രജത്യധഃ. അകാരാദഭിനിഷ്ക്രാന്തഃ പവിത്രോപചിതോ മുനിഃ സമുപോഢേഷു കാമേഷു നിരപേക്ഷഃ പരിവ്രജേത്. ഏക ഏവ ചരേത് നിത്യം സിദ്ധ്യർത്ഥമസഹായവാൻ സിദ്ധിമേകസ്യ സംപശ്യൻ ന ജഹാതി ന ഹീയത്തെ. एवम् अस्मिन् आश्रमे सन्यासिनः खाद्यवस्त्रवासस्थानादिकं साङ्गोपाङ्गम् अनुस्मृतेः 6ാധ്യായേ നിർദ്ധാരിതമസ്തി. ഗുണധർമ്മഃ. അപ്പോൾ ധർമ്മഭേദങ്ങൾ നമ്മൾ പറഞ്ഞു. വർണ്ണധർമ്മഃ, ആശ്രമധർമ്മഃ, വർണ്ണാശ്രമധർമ്മഃ. അടുത്തത് ഗുണധർമ്മഃ, അതായത് രാജധർമ്മമാണത്. ഗുണധർമ്മഃ ഇത്യുക്തേ ശാസ്ത്രീയാഭിഷേകാദിഗുണയുക്തസ്യ രാജ്ഞഃ പ്രജാപാലനരൂപോ യോ ധർമ്മഃ സൗച്യത്തെ. പ്രജയെ പരിപാലിക്കുന്ന ആ ഒരു രാജധർമ്മത്തെയാണ് പറയുന്നത്. അർത്ഥാത് രാജധർമ്മഃ ഇതി ബോധ്യത്തെ. അതഃ രാജധർമ്മഃ അത്ര സവിശദമാലോച്യത്തെ. ബ്രഹ്മണഃ ബാഹുജാതസ്യ ക്ഷത്രിയസ്യ ധർമ്മ ഏവ രാജധർമ്മ ഇത്യുച്യത്തെ. ബ്രഹ്മാവിൻ്റെ കൈകളിൽ നിന്നുമുണ്ടായ ക്ഷത്രിയൻ്റെ ധർമ്മമാണ് രാജധർമ്മം. പ്രജകളെ രക്ഷിക്കുക എന്നുള്ളതാണ് ക്ഷത്രിയൻ്റെ പരമമായിട്ടുള്ള ധർമ്മം. അപിച പ്രജാരക്ഷനിമിത്തം രാജ്ഞഃ. അതുകൊണ്ട് തന്നെ പ്രജകളെ രക്ഷിക്കുന്നത് മൂലം തന്നെ രാജാവിന് ശത്രുക്കളെ ജയിക്കേണ്ടതായിട്ടുണ്ട്. പലവിധ യജ്ഞങ്ങളെ കൊണ്ട് അഗ്നിചയനം അവർ ചെയ്യണം. വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് വനത്തിലേക്ക് പോകാം. പറയുന്നു: രാജ്ഞാ ജേതവ്യാഃ ശത്രവശ്ചോന്നതാശ്ച സമ്യക് കർത്തവ്യം പാലനം ച പ്രജാനാം അഗ്നിശ്ചേയോ ബഹുഭിശ്ചാപി യജ്ഞൈരന്ത്യേ മധ്യേ വാ വനമാശ്രിത്യ സ്ഥേയം എന്ന് മഹാഭാരതത്തിൽ പറയുന്നു. രണമധ്യേ ശരവിദ്ധഃ സൻ തത്ര ശരാഗ്നിഭിഃ ദഗ്ധീഭൂതഃ സൻ ക്ഷത്രിയഃ ദേവദുർലഭലോകാൻ പ്രാപ്യ ദിവ്യസുഖം ലഭതി. തത്ര യുദ്ധക്ഷേത്രേ ക്ഷത്രിയസ്യായം ധർമ്മോ വർത്തത്തെ യത് സ കഥമപി ശ്രാന്തം ഭീതം ശാസ്ത്രാസ്ത്രരഹിതം ക്രന്ദന്തം യുദ്ധവിമുഖം സാധനരഹിതം ഉദ്യമരഹിതം രോഗിണം പ്രാണാൻ ഭിക്ഷന്തം ബാലം വൃദ്ധം ച ശത്രും നൈവ ഹിംസ്യാത്. അതായത് യുദ്ധത്തിൽ വീരചരമം അടയുന്നത് ക്ഷത്രിയർക്ക് മോക്ഷമായിട്ടാണ് കാണുന്നത്. അതുപോലെ ബാലനെ, അതുപോലെ ജീവനെ യാചിക്കുന്നവനെ, രോഗിയെ, അങ്ങനെയുള്ളവരെയൊന്നും യുദ്ധത്തിൽ കീഴടക്കരുത്. അവരെ വധിക്കാൻ അങ്ങനെ ശ്രമിക്കരുത്, ഉപദ്രവിക്കരുത് എന്ന് പറയുന്നു. കേവലം യുദ്ധസാധനയുക്തം പ്രസ്തുതം ആത്മതുല്യം ച ശത്രും ക്ഷത്രിയഃ ജയിതും പ്രയത്തേത. തനിക്ക് പോകുന്ന ശത്രുവിനെ ജയിക്കാനാണ് നോക്കേണ്ടത്. സ്വസകാശാത് വിശിഷ്ടാത് തുല്യാദ്വാ ശത്രോഹോ ധോബി ശ്രേയൻ മന്യത്തെ. നമ്മൾ തന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ തന്നേക്കാൾ വിശിഷ്ടനായിട്ടുള്ള ശത്രുവിനെ ജയിക്കുന്നത് ശ്രേയസ്കരമാണ്. നതു ഹീനാത് കാതരാത് ദീനാത്. ദീനനായിട്ടുള്ള, ബലഹീനനായിട്ടുള്ള അങ്ങനെയുള്ള ശത്രുവിനെ കൊല്ലുന്നത് നിന്ദിതമാണ്. പ്രജാപാലനതത്പരഃ ക്ഷത്രിയോ രാജേത്യുക്തഃ.
പ്രജാപാലന തൽപരനായിട്ടുള്ള ക്ഷത്രിയനെയാണ് രാജാവ് എന്ന് പറയുന്നത്. അതോ രാജധർമ്മ ക്ഷത്രിയ ധർമ്മശ്ചാഭിന്നാവിധി സ്വതഃ സിദ്ധം. അപ്പോൾ ക്ഷത്രിയധർമ്മവും രാജധർമ്മവും ഒന്ന് തന്നെയാണ്. സമാസതഃ പ്രജാരക്ഷണം ദാനം യജ്ഞോധ്യയനം വിഷയേഷ്വനാസക്തിശ്ച ക്ഷാത്രധർമ്മ ഭവന്തി. എന്താണ് ഒരു രാജാവിൻ്റെ ധർമ്മം എന്ന് ചോദിച്ചാൽ പ്രജകളെ രക്ഷിക്കുക, ദാനം യജ്ഞം ചെയ്യുക, അധ്യയനം ചെയ്യുക, സുഖലോലുപതയിൽ ആസക്തിയില്ലാതിരിക്കുക, ഇതൊക്കെയാണ് ക്ഷത്രിയൻ്റെ ധർമ്മം. പരന്തു പ്രജാരക്ഷണം പാലനം വാ രാജ്ഞ. രാജാവിൻ്റെ പ്രധാന ധർമ്മമാണ് പ്രജകളെ രക്ഷിക്കുക എന്നുള്ളത്. അത് പറയുന്നു, പ്രധാനം ക്ഷത്രിയേ കർമ്മ പ്രജാനാം പരിപാലനം. ഗരുഡപുരാണാനുസാരം സാദരം നൃപതി കാമക്രോധലോഭമോഹഹർഷാദീൻ പ്രത്യേന വർജയേത്. ഗരുഡപുരാണം അനുസരിച്ച് ഒരു രാജാവ് കാമം, ക്രോധം, ലോഭം, മോഹം, ഹർഷം തുടങ്ങിയവയെ ഉപേക്ഷിക്കണം. ഏതേഷാം വിജയം കൃത്വ, ഇവകളെ ജയിച്ചിട്ട് രാജ ഭൃത്യജയം കൃത്വ രാജ പൗരാൻ ജാനപദാംശ്ച ജയേത്. തത്പശ്ചാത് ബാഹ്യാൻ ശത്രുൻ ജയേത്. ബാഹ്യാംശ്ച തുല്യാഭ്യന്തര കൃത്രിമായത് വിവിധാജ്ഞാത്വം. അതായത് ആദ്യം അവനവനിലുള്ള ശത്രുക്കളാണ് ഈ കാമക്രോധലോഭങ്ങൾ, അതിനെ ജയിച്ച് അതിനുശേഷം ഭൃത്യന്മാരെ ജയിച്ച് അതിനുശേഷം മറ്റു ശത്രുക്കളെ ജയിച്ച് അങ്ങനെ ക്രമേണ ആദ്യം അവനവൻ്റെ വികാരങ്ങളെ അടക്കാനും ഉള്ള കഴിവ്, ആത്മനിയന്ത്രണമുള്ള ഒരാളായിരിക്കണം രാജാവ് എന്നാണ് പറയുന്നത്. മിത്രം ത്രിവിധമുച്യതേ. മിത്രം 3 തരത്തിലുണ്ട്. തേഷു പ്രഥമം പിതൃപൈതാമഹ കാലാദിയോ മിത്രവദാചരതി. ആദ്യത്തെ മിത്രം എന്ന് പറയുന്നത് രാജാവിന് അച്ഛൻ, മുത്തശ്ശൻ തുടങ്ങിയ അവരുടെ കാലത്ത് തന്നെ മിത്രത്തെ പോലെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ മിത്രമാണ്. ദ്വിതീയം സ ഏവ ശത്രുണാം ശത്രുസ്തഥ. രണ്ടാമത്തെ മിത്രം, രാജാവിൻ്റെ രണ്ടാമത്തെ മിത്രം എന്ന് പറയുന്നത് ശത്രുക്കളുടെ ശത്രു ആരാണോ അത് നമ്മുടെ മിത്രമാണ്, രാജാവിൻ്റെ മിത്രമാണ്. തൃതീയം യഹ പശ്ചാത് കസ്മാദപി കാരണാൻ മിത്രം ഭവേ. മൂന്നാമത്തെ മിത്രം എന്തെങ്കിലും ഒരു കാരണങ്ങളെ കൊണ്ട് നമ്മുടെ മിത്രമായിട്ടുള്ള ആൾ. ഏതേഷു പ്രഥമ മിത്രമുത്തമം. ഇതിൽ ആദ്യത്തെ മിത്രമാണ് ഉത്തമനായിട്ടുള്ളത്, അതായത് കാലാകാലങ്ങളായിട്ട് നമ്മുടെ കൂടെയുള്ളത്. അധസ്തസ്യ ആദരം കുര്യാത്. അതുകൊണ്ട് അദ്ദേഹത്തെ എപ്പോഴും ആദരിക്കണം. രാജ സ്വയം പ്രയത്നേന ഷഡംഗസ്യ രാജ്യസ്യ രക്ഷാം കുറുവൻ. രാജാവ് സ്വയം പ്രയത്നിച്ചുകൊണ്ട് രാജ്യത്തെ രക്ഷിക്കണം. യോ അംഗേഷ്വേകസ്യ ദ്രോഹമാചരതി രാജ സ്വയമേവ ശീഘ്രം തസ്യ വധം കുര്യാത്. രാജ്ഞ മൃദുനാ ഭാവ്യം. രാജാവ് ഒരിക്കലും മൃദുവായിട്ടിരിക്കരുത്. ആരെങ്കിലും തൻ്റെ രാജ്യത്തിന് ഒരു ദ്രോഹം ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ അയാളെ വധിച്ചു കളയണം. യതോ ഹി മൃദു പരിഭൂയതേ. എപ്പോഴും മൃദുവായിട്ട് ഇരിക്കുന്ന ആൾ എപ്പോഴും തോറ്റുപോകും. അപിച്ച രാജ തീക്ഷ്ണദാരുണ നീതിധാരി ന ഭവേത്. എന്നാൽ വളരെയധികം ക്രൂരനും അങ്ങനെ ആയിരിക്കരുത്. യതോ ഹി തസ്മാത് ജന ഉദ്വിഗ്ന ഭവന്തി. അങ്ങനെയുള്ള ഒരു രാജാവിനെ ജനങ്ങൾ ഭയങ്കരമായിട്ട് ഭയക്കും. രാജ ലോകദ്വയാപേക്ഷി ഭവേദർത്ഥാത് സമയേ മൃദു സമയേ കഠോരോ വാ ഭവേത്. വേണ്ട സമയത്ത് മൃദുവായി പെരുമാറാനും വേണ്ട സമയത്ത് കഠോരമായി പെരുമാറാനും ഒരു രാജാവിന് സാധിക്കണം. തർഹി സ ലോകദ്വയെ വിജയീ ഭവേത്. അങ്ങനെയാകുമ്പോഴേ വിജയമായിട്ടുള്ള രാജാവായിട്ട് അദ്ദേഹത്തിന് തുടരാൻ പറ്റുള്ളൂ. അപ്പിച്ച മഹീപാലോ ഭൃത്യൈ സഹ പരിഹാസം വിവർജയേത് യതോ ഹി ഹർഷ വശം ഭൃത്യാഹ പരിഭവന്തി. ഭൂപതിശ്ച സർവാണി വ്യസനാനി പരിവർജയേത് പരന്തു ലോകസംഗ്രഹണാർത്ഥായ വ്യസനീ ഭവേത്. രാജാ സർവദാ സത്യധർമ്മപരായണോ ഭൂത്വാ പരസൈന്യാനി നിർജിത്യ ധർമ്മേണൈവ രക്ഷതി പരിപാലയേത് തദൈവ പ്രതിപാദയേത് സൂതഃ കഥയേത്. എപ്പോഴും സത്യധർമ്മങ്ങളെ പരിപാലിക്കാനായിട്ട് ഊർജ്ജസ്വലനായി പ്രവർത്തിക്കുന്ന ഒരു രാജാവാകണം. പറയുന്നു, പുഷ്പാത് പുഷ്പവിചിന്വീയാൻ മൂലച്ഛേദം ന കാരയേത് മാലാകാര ഇവാരണ്യേ നയഥാങ്കാരകാരകഃ ദോഗ്ധാര ക്ഷീരഭുഞ്ജാനാം വികൃതം തന്ന ഭുഞ്ജത്തെ പരരാഷ്ട്രം മഹീപാലൈർഭോക്തവ്യം ന ച ദൂഷയേത് നോധരിച്ഛന്ദ്യാത്തു യോ ധേന്വാഹ ക്ഷീരാർത്ഥേ ലഭത്തെ പയഃ ഏവം രാഷ്ട്രം പ്രയോഗേണ പീഡ്യമാനം ന വർജയേത് പാലകസ്യ ഭവേത് ഭൂമിഃ കീർത്തിരായുർ യശോബലം സതു ധർമാത്മാ പാർത്ഥിവോ വിജിതേന്ദ്രിയഃ സൻ വിഷ്ണുമഭ്യർച്ച്യ ഗോബ്രാഹ്മണഹിതേ രതഃ സൻ പ്രജാഃ പാലയേത്.
യസ്തു പരദാരേഷു മാതൃവത്. രാജാവ് വിഷ്ണുവിനെ അർച്ചനം ചെയ്തിട്ട് ഗോബ്രാഹ്മണ ഹിതത്തിനായിട്ട് പ്രവർത്തിക്കണം. അങ്ങനെ ഗോബ്രാഹ്മണ ഹിതത്തെ ചെയ്യുന്നവനായിട്ട് എല്ലാ പ്രജകളെയും പാലിക്കണം. മറ്റുള്ളവരുടെ ഭാര്യമാരെയും അമ്മയെപ്പോലെ കാണണം. പരദ്രവ്യേഷു ലോഷ്ടവത് സർവഭൂതേഷു ചാത്മവത്. എല്ലാ ഭൂതങ്ങളിലും ആത്മാവിനെ ദർശിക്കണം. അങ്ങനെയുള്ള രാജാവാണ് പണ്ഡിതൻ. രാജാ അപദം പ്രാപ്യ മനസ്താപം ന കുര്യാത് തഥാ സുഖേ ദുഃഖേ ച സമോ ഭവേത്. സുഖത്തിലും ദുഃഖത്തിലും ഒരേ ഭാവമുള്ളവനായിരിക്കണം. യസ്തു പാർത്ഥിവ കാരണേന വിനാ ഭൃത്യായ കുപ്യതി സതു കൃഷ്ണസർപ്പവിസർജിതം വിഷോന്മാദമിവ ഭൃത്യാനം രാഗദ്വേഷാധികം വഹതി. ആവശ്യമില്ലാതെ ഭൃത്യന്മാരോട് ശുണ്ഠിയെടുക്കുന്നതായിട്ടുള്ള ഒരു രാജാവ് എപ്പോഴും ഭൃത്യന്മാരുടെ ഉള്ളിൽ രാജാവിനോട് ദ്വേഷമുണ്ടായിരിക്കും. സ രാജ വിഭിന്ന ദോഷപൂർണ്ണ കർമാണ്യപി വിവർജയത്. പല തരത്തിലുള്ള ദോഷങ്ങൾ നിറഞ്ഞ കർമ്മങ്ങളെയെല്ലാം രാജാവ് ഉപേക്ഷിക്കണം. അത് പറയുന്നു. ചാപലാദ്വാരയേത് ദൃഷ്ടിം മിഥ്യാവാക്യം ച വാരയേത് മാനവേ ശ്രോത്രിയേ ചൈവ ഭൃത്യവർഗേ സദൈവ ഹി ലീലാം കരോതി യോ രാജ ഭൃത്യസ്വജനഗർഭിതഃ ശാസനേ സർവദാ ക്ഷിപ്രം രിപുഭിഃ പരിഭൂയത്തെ. രാജ സർവദാ മന്ത്രിണാം ഗുപ്താം രക്ഷേദന്യഥാ ധ്രുവം സർവാപദോ ഭവേയുഃ. യസ്യ ഭൂപതേരാരബ്ധാനി കാര്യാണി ന ജ്ഞായന്തെ പരന്തു കൃതാന്യേവ ജ്ഞായന്തെ തസ്യ രാജ്ഞഃ വസുധാ വശേ ഭവേത്. മന്ത്രഃ സർവദാ രാജ്ഞോ മൂലം അതോ മന്ത്രഭേദഭയാത് നൃപതിഃ സദാ മന്ത്രം സുരക്ഷിതം രക്ഷേത്. മന്ത്രഃ സർവസമ്പത്തിതസ്തഥാ സുഖദായീ ഭവതി. മന്ത്രച്ഛലേന ബഹവോ രാജാനഃ വിനഷ്ടാഃ. സാധൂൻ ജ്ഞാതകുലശീലാം ജനാൻ രാജ മന്ത്രിരൂപേണ നിയോജയത്. മന്ത്രിയെ നിയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള മന്ത്രിയെ നിയോഗിക്കണം എന്നാണ്. പരന്തു ചിരമേകമേവ മന്ത്രിണം ന സ്ഥാപയേത് നൃപതിഃ സ്ഥൂലലക്ഷ്യേണ യുക്തഃ സ്യാത്. യതോ ഹി സ്ഥൂലലക്ഷ്യയുക്തസ്യ നരേന്ദ്രസ്യ സർവാമേദിനി വശാഖാ ഭവതി. സർവകർമ്മസു നൃപതി അദീർഘസൂത്രശ്ച ഭവേത്. യതോ ഹി ദീർഘസൂത്രസ്യ നൃപതേഃ ധ്രുവം കർമ്മഹാനിഃ ഭവേത്. രാഗേ ദർപ്പേ മാനേ ദ്രോഹേ പാപകർമ്മണി അപ്രിയേ കർത്തവ്യേ ച ദീർഘസൂത്രം പ്രശസ്യത്തെ. രാജാ ജിതേന്ദ്രിയഃ സൻ ഗോപനേന സ്വകർമ്മ കുര്യാത് തേന സ ഉത്തമം ഫലം പ്രാപ്തും ശക്നോതി. വേദാദിശാസ്ത്ര സുനിശ്ചിതാൻ ബ്രാഹ്മണാൻ സ രാജാപി പൂജയേത്. ശാസ്ത്രഹീനാ മൂഢജനാഃ ലോകസ്യ കണ്ടകാനി. ശാസ്ത്രത്തെ അറിയാത്ത മൂഢജനങ്ങൾ ലോകത്തിൻ്റെ മുള്ളുകളാണ്. അപ്പോൾ ശാസ്ത്രത്തെ അറിയുന്ന അവരെ പൂജിക്കുന്നവനായിരിക്കണം രാജാവ്. അതസ്തേഷാം പൂജ ന കരണീയ വേദവിദഃ ശുചീൻ വൃദ്ധാൻ വിപ്രാൻ നിത്യം സേവേത. തേഭ്യോ നിത്യശോ വിനീതാത്മാ സൻ വിനയം ഭിക്ഷേത്. ഏവം കൃത്വാ സ രാജ സമഗ്രാം പൃഥിവീം വശീകർത്തും ശക്നോതി. ബുദ്ധിമത്കർമ്മചാരിഭിഃ സാംവത്സരികം ബലിം രാഷ്ട്രാദാഹരേത്. തേതു അതായത് നികുതി പിരിക്കുന്നതിനെ പറ്റിയാണ്. തേതു കർമ്മചാരിണഃ സ്വാധ്യായപരാഃ സ്യുഃ തഥാ ലോകേ പിതൃബന്ധവത് ദത്തേര. രാജ ഗുരുകുലാദാവൃത്താൻ ദ്വിജാൻ പൂജയേത്. ഏതദേവ നൃപാണാം അക്ഷയ ബ്രാഹ്മനിധിരിത്യഭിധീയത്തെ. തച്ച മിത്രാണി ചോരാൻ ച ഹരന്തി ന ച നാശയന്തി. അതോ രാജ സർവദാ ബ്രഹ്മനിധിം സഞ്ജയേത്. സംഗ്രാമേഷ്വനിവർത്തിത്വം പ്രജാനാം പരിപാലനം ബ്രാഹ്മണാനാം ശുശ്രൂഷ ചൈതാനി ത്രീണി കർമാണി രാജ്ഞാം പരാശ്രയസാധകാനി. യുദ്ധങ്ങളിൽ നിന്ന് പിന്തിരിയായ്മ, പ്രജകളുടെ പരിപാലനം, ബ്രാഹ്മണന്മാരുടെ ശുശ്രൂഷ, ഇത് മൂന്നും രാജാവിൻ്റെ പരമമായിട്ടുള്ള ശ്രേയസ്സിന് കാരണമാകുന്ന കർമ്മങ്ങളാണ്. ഏവം പ്രകാരേണ കൃപണാനാഥവൃദ്ധാനാം വിധവാനാം യോഗക്ഷേമം. വിധവ, വൃദ്ധന്മാർ അങ്ങനെ തുടങ്ങിയിട്ടുള്ളവരുടെ രക്ഷ, ഇതൊക്കെ ശ്രദ്ധിക്കണം രാജാവ്. വിശേഷത്തോ രാജ വർണ്ണാശ്രമം വ്യവസ്ഥാപയേത് തഥാ സ്വധർമ്മ പ്രച്യുതാൻ പുനഃ രാജ സ്വധർമ്മേ സ്ഥാപയേത്. രാജ സ്വയം തത്വബോധേന ഹേതുന അന്യസ്മിൻ ന വിശ്വസീത. സ ചാർത്ഥാൻ വകവഞ്ചിന്തയേത്. സിംഹവത് പരാക്രമേത മൃഗവത് വിലിംബേത ശശവച്ച വിനിക്ഷിപേത് തഥാ ശുകവത് ദൃഢപ്രഹാരി ച ഭവേത്. നൃപഃ ശിഖിവത് ചിത്രകാരസ്തഥാ കോകിലവൻ മധുരഭാഷീ സ്യാത്.
നിത്യം കാകവച്ഛാകായുക്തോ ഭവേത് തഥാ ജ്ഞാതഗൃഹേ നിവസേത്. നാപരീക്ഷിതപൂർവം ഭോജനം, അതായത് ടെസ്റ്റ് ചെയ്ത് നോക്കാതെ ഭക്ഷണമോ വസ്ത്രമോ ശയനമോ പുഷ്പമലങ്കാരം ഇതൊന്നും രാജാവ് സ്വീകരിക്കരുത്. രാജാ സർവദാ ധർമ്മമനുസരേത്. ധർമ്മേണ പ്രജാപാലനം കുർവൻ രാജാ അശ്വമേധസഹസ്രഫലം പ്രാപ്നോതി. ധർമ്മസഹിതമായി പ്രജയെ പരിപാലനം ചെയ്താൽ 1000 അശ്വമേധം ചെയ്ത ഫലം രാജാവിന് ലഭിക്കും. പ്രജാശ്ച പാലയിത്വാ താസാം സുകൃതസ്യ ഷഷ്ഠം ഭാഗം ലഭത്തെ. യുദ്ധേ മൃത്വാ രാജ്ഞാ സ്വർഗഃ പ്രാപ്യത്തെ. രാജ്ഞോ ദണ്ഡേന സർവം ജഗദ്വശീഭൂതം തിഷ്ഠതി. നരാः ശാസനെ തിഷ്ഠന്തി. ദണ്ഡം വിനാ ജനോപകൃത് ഭവതി. കസ്മിംശ്ചിദപി വസ്തുനി കസ്യാപി സ്വാമ്യം ന സ്യാത്. അതോ രാജ്ഞോ ദണ്ഡധാരണേന സാമാജികീ സ്ഥിതിഃ സുസ്ഥിരാ തിഷ്ഠതി. കിന്തു രാജ്ഞാ ബ്രഹ്മണഃ സ്ത്രീവൃദ്ധോ ബാലശ്ച വധ്യാ ന ഭവന്തി. ദേഹദണ്ഡശ്ച തേഷാം നൈവ വിഹിതഃ. സ്വധർമ്മസ്യ ആപാലനേന രാജ്ഞഃ സമാജസ്യ ച മഹതി ഹാനിർജായത്തെ. एवं പ്രകാരേണ ഗരുഡപുരാണേ രാജധർമ്മവിഷയെ വിസ്തൃതാലോചന പരിദൃശ്യത്തെ. ഗരുഡപുരാണത്തിലും രാജധർമ്മത്തെ വളരെയധികം വിസ്തരിച്ച് പറയുന്നു. വിഭിന്നേഷു ധർമ്മശാസ്ത്രഗ്രന്ഥേഷു അപ്പി ഏതദ്വിഷയെ വർണ്ണനം ഉപലഭ്യത്തെ. മറ്റു പല ധർമ്മശാസ്ത്രഗ്രന്ഥങ്ങളിലും ഈ ഒരു വിഷയം വിസ്തരിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. തേഷു മനുസ്മൃത്യനുസാരം ഉത്തമോ രാജാ സർവദാ പ്രാതരുദ്ധായ വേദവിദഃ ശുചീൻ ബ്രാഹ്മണാൻ സേവേത തഥാ തദാജ്ഞാം പാലയേത്. രാജാ സർവദാ ജിതേന്ദ്രിയഃ സൻ തിഷ്ഠേത്. യതോ ഹി ജിതേന്ദ്രിയോ രാജാ പ്രജാഃ വശേ സ്ഥാപയിതും ശക്നോതി. അപി ച രാജാ 18 വ്യസനാനി വിവർജയേത്. തദ്യഥാ 18 വ്യസനങ്ങളെ രാജാവ് ത്യജിക്കണം എന്നാണ് പറയുന്നത്. 10 കാമസമുത്ഥാനി തഥാഷ്ടൗ ക്രോധജാനി ച വ്യസനാനി ദുരന്താനി പ്രയത്നേന വിവർജയേത്. മൃഗേയാക്ഷോ ദിവാസ്വപ്ന പരിവാദ സ്ത്രിയോ മദ തൗര്യത്രികം വൃഥാവ്യാച കാമജോ ദശകോ ഗണഃ. അപി ച പൈശൂന്യം സാഹസം ദ്രോഹ ഈർഷ്യാസൂയാർത്ഥദൂഷണം വാഗ്ദണ്ഡം ന ച പാരുഷ്യം ക്രോധജോപി ഗുണോഷ്ടകഃ. തേഷു കാമജന്യേഷു വ്യസനേഷു മഹാപാനമക്ഷ്യ ക്രീഡാ സ്ത്രിയോ മൃഗയാശ്ചേതി വ്യസനചതുഷ്ടയം അതീവ ദുഃഖദായകമേവ. തദ്യഥാ പാനമക്ഷാः സ്ത്രിയശ്ചൈവ മൃഗയാ ച യഥാക്രമം. ഏതത് കഷ്ടതമം വിദ്യാചതുഷ്കം കാമജേ ഗണേ. അമാത്യൈഃ സഹ രാജാ നിഷ്കപാടതയാ വർത്തേത. സ്വസ്യ ഛിദ്രം ന തു പ്രകാശയേദപി ന ച ശത്രുണാ ഛിദ്രം ജാനീയാത്. തദ്യഥാ നാസ്യ ഛിദ്രം പരോ വിദ്യാച്ഛിദ്രം പരസ്യ തു ഗൂഹേത്കൂർമ്മ ഇവാംഗാനി രക്ഷേദ്വിവരമാത്മനഃ. യാജ്ഞവൽക്യസ്മൃതിഃ രാജ്യാഭിഷേകാദിഗുണയുക്തസ്യ ഗൃഹസ്ഥസ്യ രാജ്ഞോ വിശേഷധർമാൻ വർണ്ണയന്തി കഥയതി. യത് യാജ്ഞവൽക്യസ്മൃതിയിൽ ഒരു ഗൃഹസ്ഥനായിട്ടുള്ള രാജാവിൻ്റെ വിശേഷധർമ്മങ്ങൾ പറയുന്നു. മഹോത്സാഹ സ്ഥൂലലക്ഷ്യ കൃതജ്ഞോ വൃദ്ധസേവക വിനീത സത്വസമ്പന്ന കുലീന സത്യവാക്ശുചിഃ അദീർഘസൂത്ര സ്മൃതിമാനക്ഷുദ്രോ അപരുഷ തഥാ ധാർമ്മികോ വ്യസനശ്ചൈവ പ്രാജ്ഞഃ ശൂരോ രഹസ്യവിദ്. സ്വരന്ധ്രഗോപ്താന്വീക്ഷിക്യ ദണ്ഡനീത്യാം തഥൈവ ച വിനീതസ്ത്വഥവാർത്തായാം ത്രയ്യാം ചൈവ നരാധിപഃ. സ തു ശ്രൗതസ്മാർത്തധർമാൻ പാലയേത് തഥാ ഭൂരിദക്ഷിണാം ദത്വാ യജ്ഞാൻശ്ചൈവ കുര്യാത്. സ്മാർത്തധർമ്മങ്ങളെ ചെയ്യണം, ദക്ഷിണ നൽകിക്കൊണ്ട് യജ്ഞങ്ങളെ ചെയ്യണമെന്ന് പറയുന്നു. ശ്രൗതസ്മാർത്തക്രിയാഹേതോർ വൃണുയാദേവ ചർത്തുജഃ യജ്ഞാശ്ചൈവ പ്രകുർവീത വിധിവത് ഭൂരിരക്ഷണാൻ. പ്രജാപാലനമേവ രാജ്ഞഃ സർവപ്രഥമം കർത്തവ്യം. പ്രജാപാലനമാണ് രാജാവിൻ്റെ സർവപ്രഥമമായിട്ടുള്ള കർത്തവ്യം. തദേവ വർണ്ണയന്തി യാജ്ഞവൽക്യസ്മൃതിഃ കഥയതി. യത് യാജ്ഞവൽക്യസ്മൃതിയിൽ പറയുന്നു. പുണ്യാശ്വംഗമാദത്തെ ന്യായേന പരിപാലനം സർവദാനാധികം യസ്മാത് പരജാനാം പരിപാലനം. അരക്ഷമാണാനാം പ്രജാനാം പാപാത് നൃപതിരർദ്ധം ലഭത്തെ. യതോ ഹി രാജാ രക്ഷണാർത്ഥം പ്രജാഭ്യഃ കരാൻ ഗൃഹ്ണാതി. തദ്യഥാ അരക്ഷമാണാः കുർവന്തി യത്കിഞ്ചിത് കിൽബിഷം പ്രജാः തസ്മാത്തു നൃപതൈരർദ്ധം യസ്മാദുഹ്ണാത്യസൗ കരാൻ. യോ രാജാ സ്വരാഷ്ട്രാദന്യായേന ദ്രവ്യമാദായ സ്വകോശമഭിവർദ്ധയേത്
स तु विगितश्रीर्भूत्वा बन्धुभिः सह नाशं प्राप्नोति। अपि च प्रजापीडनसन्तापात् समुद्भूतो हुताशनः राज्ञः कुलं श्रियं प्राणांश्चादग्ध्वा न निवर्तते. ശംഖസ്മൃതിയിൽ പറയുന്നു, ന വ്രതൈർനോപവാസൈശ്ച ന ച യജ്ഞൈഃ പൃഥഗ്വിധൈഃ രാജാ സ്വർഗമവാപ്നോതി പ്രാപ്നോതി പരിപാലനാത്. അർത്ഥാത് വ്രതോപവാസയജ്ഞാദി നാനാവിധം കർമ്മ കൃത്വാപി രാജ സ്വർഗം ന ലഭത്തെ. എന്ത് വ്രതവും യജ്ഞവും എന്ത് ചെയ്താലും രാജാവിന് സ്വർഗം ലഭിക്കില്ല. പക്ഷെ പ്രജാപരിപാലനം ചെയ്താൽ അത് കിട്ടും. അത്രിസ്മൃതിയിൽ പറയുന്നു, ദുഷ്ടസ്യ ദണ്ഡഃ സുജനസ്യ പൂജ ന്യായേന കോശസ്യ ച സംപ്രവൃദ്ധിഃ അപക്ഷപാതോർത്ഥിഷു രാഷ്ട്രരക്ഷാ പഞ്ചൈവ യജ്ഞാഃ കഥിതാ നൃപാണാം യത് പ്രജാപാലനെ പുണ്യം പ്രാപ്നുവന്തിഃ പാർത്ഥിവാഃ ന തു ക്രതുസഹസ്രേണ പ്രാപ്നുവന്തി ദ്വിജോത്തമാഃ. അർത്ഥാത് ദുഷ്ടസ്യ ദണ്ഡഃ സുജനസ്യ പൂജ ന്യായേന കോശസ്യ സംപ്രവൃദ്ധിഃ പ്രാർത്ഥിഷു പക്ഷപാതരാഹിത്യം രാഷ്ട്രരക്ഷാ ചൈത ഏവ നൃപാണാം പഞ്ചയജ്ഞാഃ സന്തി. ഇഹ രാജാനഃ പ്രജാപാലനെ യത് പുണ്യം പ്രാപ്നുവന്തി തദേവ ദ്വിജോത്തമാഃ യജ്ഞാനുഷ്ഠാനേന ലഭന്തെ. സഹസ്രഹാരിതസ്മൃതിർയഥ. സഹസ്രഹാരിതസ്മൃതി പറയുന്നു, രാജ്യസ്ഥ ക്ഷത്രിയശ്ചാപി പ്രജാധർമ്മേണ പാലയൻ കുര്യാദധ്യനം സമ്യഗ് യജേർദ്യജ്ഞാന്യഥാവിധി ദദ്യാദാനം ദ്വജാദിഭ്യോ ധർമ്മബുദ്ധി സമന്വിതഃ സ്വഭാര്യാ നിരതോ നിത്യം ഷഡ്ഭാഗാർഹഃ സദാ നൃപഃ നീതിശാസ്ത്രാർത്ഥകുശലഃ സന്ധിവിഗ്രഹതത്ത്വവിദ് ദേവബ്രാഹ്മണഭക്തശ്ച പിതൃകാര്യപരസ്തഥാ. അർത്ഥാത് ക്ഷത്രിയോ രാജാ ധർമ്മേണ പ്രജാഃ പാലയേത്, വേദാധ്യയനം കുര്യാത്, യജ്ഞം കുര്യാത്, ദാനം ദദ്യാത്, സ്വഭാര്യാ നിരതോ ഭവേത് ച. ഏവം പ്രകാരേണ രാജാ സദാ ഷഷ്ഠാംശം കരരൂപേണ നയതി. स तु നീതിശാസ്ത്രാർത്ഥകുശലഃ സന്ധിവിഗ്രഹതത്ത്വവിദ്ദേവ ബ്രാഹ്മണഭക്തശ്ച ഭവേത് തഥാ പിതൃകർമ്മണി തത്പരോ ഭവേത്. പരാശരസ്മൃതിയിൽ പറയുന്നു, ക്ഷത്രിയോ ഹി പ്രജാം രക്ഷച്ഛസ്ത്രപാണിഃ പ്രചണ്ഡവത് നിർജിത്യ പരസൈന്യാനി ക്ഷിതിം ധർമ്മേണ പാലയേത്. അർത്ഥാത് ക്ഷത്രിയോ രാജാ ശസ്ത്രം ധൃത്വാ പ്രചണ്ഡഭാവേന പ്രജാ രക്ഷയേത് തഥാ ശത്രുസേനാം ജിത്വാ ധർമ്മപൂർവകം പൃഥ്വീം പാലയേത്. ശംഖലിഖിതസ്മൃതി. ശംഖലിഖിതസ്മൃതിയിൽ പറയുന്നു, ഗാവോ ഭൂമിഃ കളത്ര ച ബ്രഹ്മസ്വഹരണം തഥാ യസ്തു ന ത്രായത്തെ രാജാ തമാഹുർബ്രഹ്മഘാതകം. ദുർലഭാനാമനാഥാനാം നാളവൃദ്ധതപസ്വിനാം അന്യായൈഃ പരിഭൂതാനാം സർവേഷാം പാർത്ഥിവോ ഗതിഃ. പക്ഷിണാം ബലമാകാശം മത്സ്യാനാമുദകം ബലം ദുർബലസ്യ ബലം രാജാ ബാലസ്യ രുദിതം ബലം. ബലം മൂർഖസ്യ മൗനത്വം തസ്കരസ്യാനൃതം ബലം. അർത്ഥാത് യഃ രാജാ ഗോഭൂമി കളത്ര ബ്രഹ്മസ്വാദീനാം രക്ഷാം ന കരോതി സ തു ബ്രഹ്മഘാതക ഇതി കഥ്യത്തെ. ദുർലഭാനാം അനാഥാനാം ബാലവൃദ്ധതപസ്വിനാം അന്യായൈഃ പരിഭൂതാനാം സർവേഷാമേവ രാജ ഏകമാത്രഗതിരേവ. യഥാ പക്ഷിണാം ആകാശം മത്സ്യാനാമുദകം ബാലസ്യ ക്രന്ദനം മൂർഖസ്യ മൗനം തസ്കരസ്യ അനൃതം ച ബലം ഭവതി തഥാ ദുർബലസ്യ ബലം രാജാ ഭവതി. അന്യേഷു പുരാണേഷ്വപി ഏതദ്വിഷയേ വർണ്ണിതമസ്തി. തേഷു മാർക്കണ്ഡേയപുരാണേ. മാർക്കണ്ഡേയപുരാണത്തിൽ ചതുർവിംശേ അധ്യായേ രാജധർമ്മ വിഷയത്തിൽ വർണ്ണനയുണ്ട്. തദനുസാരം രാജാഭിഷിക്തോ ഭൂത്വാ ധർമാനുസാരേണ പ്രജാരഞ്ജനം കുര്യാത്. തദേവ തസ്യ പ്രഥമകർത്തവ്യം. സത്യമൂലവിനാശകവ്യസനാനി പരിത്യജ്യ രിപുഭ്യ ആത്മാനം സംരക്ഷേത്. അപി ച രാജ സ്വമന്ത്രാണാം സർവദാ ഗുപ്താം കാരയേത്. യതോ ഹി ബഹിർമന്ത്രവിനിർഗമാത് തസ്യ നാശോ നിസ്സന്ദേഹേന ഭവതി. തഥാ ശത്രോഃ ദോഷാൻ അമാത്യവർഗാ ദൂഷിതാ ന വേതി ജാനീയാദപി ച. വിശ്വാസോ ന തു കർത്തവ്യോ രാജാ മിത്രാപ്തബന്ധുഷു കർമ്മയോഗാദമിത്രേഷു വിശ്വസീത നരാധിപഃ. അപി ച യോ രാജാ കാമലോഭാർത്ഥേഷു അനാസക്തോ ഭൂത്വാ പ്രജാഃ സ്വധർമ്മേ സ്ഥാപയതി സ തു സ്വർഗം പ്രാപ്നോത്യപി ച ബുദ്ധിമതാം പുരുഷാണാം പരാമർശാനുസാരേണൈവ കാര്യം കൃത്വാ സിദ്ധിമാപ്നോതി. അഗ്നിപുരാണാനുസാരം രാഷ്ട്രപീഡാകരോ രാജാ ചിരം നരകേ വസേത്. യഥാ
स्वसुखमुत्सृज्य गर्भिणी सह धर्मिणी सुखमावहेत् तथा राजा स्वसुखमुत्सृज्य प्रजाः रक्षेत् तर्हि कथ्यते यत् किं यज्ञैस्तपसा तस्य प्रजा यस्य न रक्षिताः सुरक्षिताः प्रजा यस्य स्वर्गस्तस्य गृहोपमः അരക്ഷിതാഹ പ്രജാ യസ്യ നരകം തസ്യ മന്ദിരം. മഹാഭാരതമനുസരിച്ച് ആത്മജേയസ്സദാ രാജ്ഞാ തതോ ജയാശ്ച ശത്രവഃ അജിതാത്മാ നരപതിർവിജയേത് കഥം റിപൂൻ. അർത്ഥാത് രാജാ സർവപ്രഥമം ആത്മനി വിജയം പ്രാപ്നുയാത് തദനന്തരമേവ ശത്രുൻ ജേതുമുദ്യതോ ഭവേദന്യഥാ അജിതാത്മാ സ കഥം റിപൂൻ ജയേത്. തർഹി രാജാ സർവദാ ജിതേന്ദ്രിയോ ഭവിതുമർഹതി യതോ ഹി പഞ്ചേന്ദ്രിയാണാമുപരി വിജയ ഏവ ആത്മനോ വിജയേതി. രാജാ പ്രജാരക്ഷണാർത്ഥം പ്രജാഭ്യഃ ഷഷ്ഠാംശമായം കരം രൂപേണ ഗൃഹീയാത്. തദ്യഥാ അദതീത ബലിം ചാപി പ്രജാഭ്യഃ കുരു നന്ദന സ ഷഡ്ഭാഗമപി പ്രശസ്താസാമേവാഭിഗുപ്തയേ. രാജാ സർവദാ പ്രജാജനാൻ പശ്യേത് പരന്തു ന്യായപ്രദാനസമയെ സ്നേഹാത് പക്ഷപാതം ന കുര്യാത്. തദ്യഥാ യഥാ പുത്രസ്തഥാ പൗത്രാ ദ്രഷ്ടവ്യാസ്തേന സംശയഃ ഭക്തിശ്ചേഷാം ന കർത്തവ്യ വ്യവഹാരേ പ്രദർശിതഃ. ബ്രാഹ്മണാനാം സമുപദേശേന രാജാ പ്രജാപാലനാദികം കർമ്മ കുര്യാത്. തദ്യഥാ ധർമ്മനിഷ്ഠാൻ ശ്രുതവതോ വേദവ്രതസമാഹിതാൻ അർച്ചയിത്വാ യജേത്ഥാസ്വം ഗൃഹേ ഗുണവതോ ദ്വിജാൻ പ്രത്യുത്ഥായോപസംഗൃഹ്യ ചരണാവഭിവാദ്യ ച അഥ സർവാണി കുർവീഥഃ കാരായണി സപുരോഹിതഃ. അർത്ഥാത് യദാ ഗൃഹേ വേദവ്രതപരായണാः ശാസ്ത്രജ്ഞാः ധർമ്മനിഷ്ഠാः ഗുണവന്തോ വിപ്രാः ആഗച്ഛन्ति തദാ താൻ ദൃഷ്ട്വാ സ്വാഗതം കൃത്വാ സാഷ്ടാംഗം പ്രണിപത്യ പൂജാർച്ചനം കുര്യാത്. തദനന്തരം സ്വപുരോഹിതः ആവശ്യകകാര്യം സമ്പാദയേത്. യോ രാജാ ആലസ്യം ത്യക്ത്വാ രാഗദ്വേഷരഹിതഃ സൻ സർവദാ പ്രജാ രക്ഷതി ദാനം ദദാതി തഥാ നിരന്തരം ധർമ്മന്യായേ തത്പരോ ഭവതി തസ്മിൻ മാനവ അനുരഞ്ജ്യത്തെ അതോ രാഷ്ട്രരക്ഷാം കൃത്വാ രാജാ ഉത്തമം ഫലം ലഭേത. കൗടില്യ അർത്ഥശാസ്ത്രേ വർണ്ണിതമസ്തി. അർത്ഥശാസ്ത്രത്തിൽ പറയുന്നു, രാജാ കാമാദിഷഡ്വർഗം ത്യക്ത്വാ ജിതേന്ദ്രിയഃ സൻ തിഷ്ഠേത് വൃദ്ധവിദ്വദ്ഭിः സംയോഗേന ആത്മനോ വികാശം കുര്യാത് ഗുപ്തചരൈः സ്വസ്യാപരസ്യ ച രാഷ്ട്രവ്യവസ്ഥാം പശ്യേത് വിദ്യോപദേശേന വിനയം ശിക്ഷേത സത്പാത്രേഷു അർത്ഥം ദത്വാ ലോകപ്രിയോ ഭവേത് തഥാ ലോകാനനുഗാമിനഃ കാരയേത് സ്വവ്യവഹാരൈः പ്രജാനാം ഹിതസാധനമപി കുര്യാത്. തദ്യഥാ തസ്മാദരിഷഡ്വർഗത്യാഗേനേന്ദ്രിയജയം കുർവീത വൃദ്ധസേവന പ്രജാചോരണ ചക്ഷുരുത്ഥാനേന യോഗക്ഷേമ സാധനം കാര്യാനുശാസനേന സ്വധർമ്മസ്ഥാപനം വിനയ വിദ്യോപദേശേന ലോകപ്രിയത്വമർത്ഥസംയോഗേന ഹിതേന വൃത്തിം. അടുത്തത് ധർമ്മഭേദങ്ങൾ. ആദ്യം വർണ്ണധർമ്മം പറഞ്ഞു, ശേഷം ആശ്രമധർമ്മം പറഞ്ഞു, പിന്നീട് വർണ്ണാശ്രമധർമ്മം പറഞ്ഞു, പിന്നീട് ഗുണധർമ്മം അഥവാ രാജധർമ്മം പറഞ്ഞു. ഇനി നിമിത്തധർമ്മവും വർണ്ണധർമ്മം, ആശ്രമധർമ്മം, വർണ്ണാശ്രമധർമ്മം, ഗുണധർമ്മം. ഇനി നിമിത്തധർമ്മം അഞ്ചാമത്തേത്. അതിനുശേഷം സാധാരണധർമ്മം ആറാമത്തേത്. വായിക്കാം. നിമിത്തധർമ്മഃ വിഹിതസ്യ അനനുഷ്ഠാനേ. വിധിയാമണ്ണം ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ, പ്രതിഷിദ്ധകരണേ ചെയ്യാൻ പാടാത്തത് ചെയ്താൽ പ്രായശ്ചിത്തം, അപ്പോൾ അതിന് പ്രായശ്ചിത്തം ചെയ്യണം. അതിനെയാണ് നിമിത്തധർമ്മം എന്ന് പറയുന്നത്. നിമിത്തം നാമ പാപം. നിമിത്തം എന്ന് പറഞ്ഞാൽ പാപം. തദധികൃത്യ കൽപ്പിതോ ധർമ്മഃ. ആ പാപം നീങ്ങാൻ വേണ്ടി ചെയ്യുന്ന കർമ്മമാണ് നിമിത്തധർമ്മം. നവവിധം പാപാനി ഭവന്തി. 9 തരത്തിലുള്ള പാപങ്ങളുണ്ട്. മഹാപാതകം, അനുപാതകം, ഉപപാതകം, അതിപാതകം, ജാതിഭ്രംശകരം, സങ്കരീകരണം, അപാത്രീകരണം, മലിനീകരണം, പ്രകീർണകം. ഇങ്ങനെ സാധാരണതഃ തപഃ, ജപഃ, ഹോമഃ, സ്നാനം, ദാനം, തീർത്ഥയാത്ര, അനശനം, അനുതാപഃ. തപസ്, ജപം, ഹോമം, സ്നാനം, ദാനം, തീർത്ഥയാത്ര, അനശനം ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള
അതായത് ഉപവാസം ഇങ്ങനെയുള്ള കർമ്മങ്ങളെ കൊണ്ട്, അനുതാപം ഇങ്ങനെയുള്ള കർമ്മങ്ങളെ കൊണ്ട് പാപം നശിക്കും, പ്രായശ്ചിത്തവും ഉണ്ടാകും. പ്രായശ്ചിത്തത്തിൻ്റെ ശാബ്ദികമായിട്ടുള്ള അർത്ഥം താഴെ പറയുന്നു. പ്രായോ നാമ തപഃ പ്രോക്തം ചിത്തം നിശ്ചയ ഉച്യത്തെ. ചിത്തം എന്ന് പറഞ്ഞാൽ നിശ്ചയം. തപോ നിശ്ചയ സംയുക്തം പ്രായശ്ചിത്തം ഇത് സ്മൃതം. തപസ്സും നിശ്ചയവും ഇത് കൂടിയതിനെയാണ് പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. ഇതാണ് 5ാമത്തെ ധർമ്മം, നിമിത്തധർമ്മം. അടുത്തത് സാധാരണ ധർമ്മം. അസ്തേയ അഹിംസാദയ സാധാരണധർമ്മ ഭവന്തി. അസ്തേയം മോഷ്ടിക്കാതിരിക്കുക, അഹിംസ ചെയ്യുക, അതായത് ഹിംസിക്കാതിരിക്കുക, ഇതൊക്കെയാണ് സാധാരണ ധർമ്മങ്ങൾ. മാ ഹിംസ്യാത് സർവഭൂതാനീതി ആചണ്ഡാല ബ്രാഹ്മണം സാധാരണ ധർമ്മ. ഭൂതങ്ങളെയൊന്നും ഹിംസിക്കരുത് എന്നുള്ളത് സാധാരണ ധർമ്മം. സർവേഷു ഭൂതി വർണ്ണേഷു ധൃതി ക്ഷമാദയ. അതുപോലെ എല്ലാ വർണ്ണങ്ങൾക്കും ധൃതി, ക്ഷമ തുടങ്ങിയവയൊക്കെ സാധാരണ ധർമ്മമാണ്. ഏവം പ്രകാരേണ 6 തരത്തിൽ സ്മാർത്ഥധർമ്മങ്ങളുണ്ടെന്ന് വിജ്ഞാനേശ്വരൻ പ്രതിപാദിച്ചു. അതാണ് ഇതുവരെ പറഞ്ഞത്. ഏതൊക്കെയാണ് പറഞ്ഞത്? വർണ്ണധർമ്മ, ആശ്രമധർമ്മ, വർണ്ണാശ്രമധർമ്മ, ഗുണധർമ്മ, നിമിത്തധർമ്മ, സാധാരണധർമ്മ. ഇത് യാജ്ഞവൽക്യ സ്മൃതിയുടെ ടീക്കയായിട്ടുള്ള മിതാക്ഷര ടീക്കയിൽ വിജ്ഞാനേശ്വരൻ പറയുന്ന സ്മാർത്ഥധർമ്മങ്ങളാണ്. ഇതുകൂടാതെ മനുസ്മൃതി, ആനുശാസനിക പർവ്വ, ദേവി ഭാഗവതം, പരാശര മാധവീയം തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ മറ്റ് ധർമ്മഭേദങ്ങൾ പറയുന്നുണ്ട്. ദേശധർമ്മ, ജാതിധർമ്മ, കുലധർമ്മ, ഗുണധർമ്മ, വയോധർമ്മ, ശരീരധർമ്മ, കാലധർമ്മ, ആപദ്ധർമ്മ, ഗ്രാമ്യധർമ്മ, യുഗധർമ്മ എന്നിങ്ങനെയൊക്കെ. ഇനി ഒരു ടോപ്പിക് കൂടി പറയാം. ധർമ്മസ്യ വൈശിഷ്ട്യം. എന്താണ് ധർമ്മത്തിൻ്റെ വൈശിഷ്ട്യം? ധർമ്മ ചതുർഷു പുരുഷാർത്ഥേഷു പ്രമുഖോ ഭവതി. 4 പുരുഷാർത്ഥങ്ങൾ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ധർമ്മം. അസ്യ വൈശിഷ്ട്യം ഉരരീകൃത്യ സംസ്കൃതവാങ്മയെ നൈകാനി മതാനി വിലസന്തി. യഥാ ധർമ്മോ വിശ്വസ്യ ജഗതഃ. തൈത്തിരീയ അരണ്യകത്തിൽ മഹാനാരായണോപനിഷത്തിൽ പറയുന്നു, ധർമ്മോ വിശ്വസ്യ ജഗതഃ പ്രതിഷ്ഠ ലോകേ ധർമ്മിഷ്ഠം പ്രജ ഉപസർപ്പന്തി ധർമ്മേണ പാപം അപനുദന്തി ധർമ്മേ സർവം പ്രതിഷ്ഠിതം തസ്മാത് ധർമ്മം പരമം വദന്തി എന്ന് പറയുന്നു. ജീവിതത്തിൻ്റെ സാരമാണ് ധർമ്മം. ധർമ്മം അനുഷ്ഠിക്കുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യത്വമുള്ളവനായി തീരുന്നത്, മൃഗത്വം അവനിൽ ഇല്ലാതിരിക്കുന്നത്. അത് ഭർതൃഹരി പറയുന്നു. ആഹാരനിദ്ര ഭയമൈഥുനഞ്ച സാമാന്യമേതത് പശുഭർനരാണാം ധർമ്മോ ഹി തേഷാം അധികോ വിശേഷോ ധർമ്മേണ ഹീനാ പശുഭി സമാന എന്ന് ഹിതോപദേശത്തിൽ പറയുന്നു. അതുപോലെ യതോ ധർമ്മസ്തോ ജയ എന്നതിൻ്റെ സാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മനു പറയുന്നു, അധർമ്മേണ ഐധത്തെ താവത് തതോ ഭദ്രാണി പിഷ്യതി തതഃ സപത്നാൻ ജയതി സമൂലസ്തു വിനശ്യതി എന്ന്. അതുപോലെ ആചാര പരമോധർമ്മ എന്ന് മനു പറയുന്നു. ആചാര പരമോധർമ്മ ശ്രുത്യുക്ത സ്മാർത്ത ഏവ ച തസ്മാദസ്മിൻ സദാ യുക്തോ നിത്യം സ്യാദ് ആത്മവാൻ ദ്വിജഃ. ആചാരാത് വിച്യുതോ വിപ്രോ ന വേദഫലമശ്നുതേ ആചാരേണ തു സംയുക്ത സമ്പൂർണ്ണഫലഭാഗ് ഭവേത്. സമ്പദി വിപദി സുഖേ ദുഃഖേ ഇഹ ലോകേ പരലോകേ ച ന ധർമാത് പരമം മിത്രം. എല്ലായിടത്തും പരമമായിട്ടുള്ള മിത്രം ധർമ്മമാണ് എന്ന് പറയുന്നു. ഏക ഏവ സുഹൃദ്ധർമ്മോ നിധനെ അപ്യനുയാതിയഃ ശരീരേണ സമം നാശം സർവമന്യത്തു ഗച്ഛതി. ജഗതി ധർമ്മ ഏവ പ്രജാധാരകഃ അത ഏവ ഉച്യത്തെ ധർമ്മോ ധാരയത്തെ പ്രജാഃ ഇതി. ചതുർവർഗചിന്താമണിയിലെ ഹേമാദ്രി പറയുന്നു, ധർമാദ് രാജ്യം ധനം സൗഖ്യമധർമാത് ദുഃഖസംഭവഃ തസ്മാത് ധർമ്മം സുഖാർത്ഥായ കുര്യാത് പാപം ച കീർത്തയേത്. അവിടെ തന്നെ പിന്നെ പറയുന്നു, ധർമാത് സുഞ്ജായത്തെ ഹ്യർത്ഥോ ധർമാത് കാമോഭിജായത്തെ ധർമാദേവ പരം ബ്രഹ്മ തസ്മാത് ധർമ്മം സമാശ്രയേത്. ധർമ്മോ രക്ഷിതഃ രക്ഷകം രക്ഷതി. മനുസ്മൃതിയിൽ പറയുന്നു, ധർമ്മ ഏവ ഹതോ ഹന്തി ധർമ്മോ രക്ഷതി രക്ഷിതഃ തസ്മാത് ധർമ്മോ ന ഹന്തവ്യോ മാനോ ധർമ്മോ ഹതോ അവധീത്. മഹാഭാരതത്തിൻ്റെ ആദിപർവത്തിൽ പറയുന്നു, ധർമ്മേ മതിർഭവതു വഹ സതതോത്ഥിതാനാം ന ഹ്യേക ഏവ പരലോകഗതസ്യ ബന്ധുഃ എന്നിങ്ങനെ ധർമ്മത്തിൻ്റെ വൈശിഷ്ട്യം ഇവിടെ പറയുന്നു. നമസ്തേ.